വേനൽമഴ ശക്തി പ്രാപിക്കാതെ പോയതോടെ സംസ്ഥാനത്ത് പകൽ താപനില മാറ്റമില്ലാതെ തുടരുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഏറ്റവും അധികം താപനില രേഖപ്പെടുത്തിയത് പാലക്കാട്ടാണ്. പിന്നാലെ പത്തനംതിട്ടയുണ്ട്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ മഴയുണ്ടാകുമെന്ന പ്രവചനവുമുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചൂടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്. സാരംഗ് സുധാകരനുണ്ട്. സാരംഗ്, ഇന്ന് മുതൽ ഒരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? പുതിയ പ്രവചനം എന്തെങ്കിലും ഉണ്ടോ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന്? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പല ദിവസങ്ങളിലും ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കുള്ളൊരു സാധ്യത പറഞ്ഞെങ്കിലും കാര്യമായ രീതിയിൽ അത് വേനൽ ചൂടിനെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്ന് വേണം പറയാൻ. കാരണം ഇന്നും നാളെ മുതൽ 30-ാം തീയതി വരെയും അടക്കം മഴയും ഒപ്പം നാളെ മുതൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കും അടക്കം സാധ്യത പറഞ്ഞിട്ടുണ്ട്. അതാണിപ്പോൾ നമ്മൾ പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു വേനൽ മഴ ഇത്തവണ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. 2025-നേക്കാൾ കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയ വേനൽ മഴ. അതുതന്നെയാണ് ഇത്തവണ ചൂട് കൂടി നിൽക്കാനുള്ള കാരണവും. വലിയ രീതിയിലുള്ള ഹ്യൂമിഡിറ്റി അടക്കം വർദ്ധിച്ചു നിൽക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾ വലിയ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. സൂര്യാഘാതം പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൂര്യാഘാതമായിട്ടുള്ള മരണമടക്കം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. എന്തിനായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനപ്രകാരം ഇന്നു മുതൽ 30-ാം തീയതി വരെ മഴയ്ക്കുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അത് വലിയ രീതിയിൽ ചൂട് കുറയാൻ മാത്രമുള്ളത് ഉണ്ടാക്കാൻ സാധ്യതയില്ല. വേനൽമഴയാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയതും നാളെ മുതൽ 40 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനും ഒരു സാധ്യത പറയുന്നുണ്ട്. അത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണെങ്കിൽ പോലും അവിടെ ഒരു ചൂടിന് നേരിയൊരു ആശ്വാസം ഉണ്ടാകും. മറ്റുള്ള നിർദ്ദേശങ്ങൾ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. നേരിട്ടുള്ള വെയിൽ കൊള്ളാൻ പാടില്ല. 11 മണി മുതൽ 3 മണി വരെ നിർജ്ജലീകരണം ഉണ്ടാകാതെ നോക്കണം. അതേപോലെ തന്നെ അതായത് പുറം ജോലികളടക്കം ചെയ്യുന്നവർ വലിയ രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നടക്കം വരുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ രീതിയിൽ അത് ശാരീരിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മരണമടക്കം സംഭവിക്കാനുള്ളൊരു സാഹചര്യം. 2 ദിവസം ഉഷ്ണതരംഗ സാധ്യതയടക്കം പാലക്കാടും തൃശ്ശൂരും കൊല്ലത്തടക്കം ഉഷ്ണതരംഗ സാധ്യത അടക്കം പ്രവചിച്ച ഒരു വേനൽക്കാലമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തിനായാലും വേനൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെങ്കിലും ഈ ഒരു മുൻകരുതലുകൾ ഒന്നും തന്നെ മാറ്റാൻ പാടില്ല. ഒപ്പം ചൂടിനെ പ്രതിരോധിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രഞ്ജിത്ത്, തീർച്ചയായും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.